ഒമാസ് റെസ്റ്റോറൻറ്റ് ഇന്ന് വൈകുന്നേരം ഒരു നല്ല അടിപൊളി പ്ലേറ്റ് കഴിക്കാൻ വേണ്ടി ഒമാസിൽ വന്നതാണേ. ഷെഫ് സ്പെഷ്യൽ പ്ലേറ്റർ കോംബോ. അറബിക് തുർക്കിഷ് പ്ലേറ്റർ ഉണ്ട്. അറബിക് തുർക്കിഷ് പ്ലേറ്റർ 299 1099. പിന്നെ അറബിക് തുർക്കിഷ് പ്ലേറ്റർ 499. പിന്നെ അറബിക് തുർക്കിഷ് പ്ലേറ്റർ തന്നെ 4 കഴിക്കാൻ പറ്റുന്നത് 1899. അടുത്തത് ഇവിടെ കഴിക്കാൻ പറ്റുന്നത് 490 സാധനം ഉണ്ട്. അത് 2 സാധനം വെണ്ടറുണ്ട്. ഓട്ടെ, ഷെഫ് ടിക്ക കോംബോ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഷെഫ് ടിക്ക കോംബോ. പിന്നെ കബാബ് മന്തി പ്ലേറ്റർ ഉണ്ട്. 4 കഴിക്കും 1799 രൂപയാണ്. ഒമാസിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ കാത്തു നിൽക്കലാണേ. ഒരു അരമണിക്കൂർ കാത്തു നിന്നിട്ട് ഗ്ലാസും വെള്ളമെങ്കിലും വന്നിട്ടുണ്ടേ. അപ്പോഴാണ് ആ ഗ്ലാസ് മേലെ എന്തോ ഒരു വൃത്തിയുടെ സാധനം കണ്ടേ. അപ്പോൾ വേറെ ഗ്ലാസ്സും തന്ന് വെള്ളം കുടിച്ചിട്ട് ഫുഡിന് കാത്തു നിൽക്കലാണ്. എനിക്ക് തോന്നുന്നു ഗ്ലാസും വെള്ളം വന്നുകൊണ്ട് വേഗം ഫുഡ് വരുമെന്ന് വിചാരിച്ച് എന്നിട്ടും വന്നിട്ടില്ല. അന്നേരമാണ് നേരത്തെ ഒമാസിൻ്റെ ടിഷ്യൂമിൽ വരെ ഒമാസിൻ്റെ പരസ്യമാണ്. പിന്നെ പ്ലേറ്റ് വന്ന് അന്നേരം വിചാരിച്ച് ഫുഡ് ഇപ്പം വരുമെന്ന്. എന്നിട്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഫുഡ് വന്നത്. അങ്ങനെ നമ്മളെ സാധനം വന്നിട്ടുണ്ട്. ഒരു അടിപൊളി പ്ലേറ്റർ അൽഫാം ഇത് വെച്ചാൽ ചിക്കൻ അദാനി കബാബ്, അറബിക് ചിക്കൻ ടിക്ക. അങ്ങനെ തിന്നാൻ തുടങ്ങിയ ഒരു അടിപൊളി സാധനം തന്നെയായിരുന്നു. ഒമാസിന് കുറ്റം പറയാൻ 100,000 ആൾക്കാരുണ്ടെങ്കിലും എനിക്ക് ഈ പ്ലേറ്റർ ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആ മന്തി റൈസ് ആണെങ്കിലും ആ അൽഫാമിൻ്റെ പീസാണെങ്കിലും ആ കബാബാണെങ്കിലും ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അത്രയും സൂപ്പറേനും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഒമാസിന് കുറ്റം പറയുന്ന ആൾക്കാരെല്ലാവരും ഈ പ്ലേറ്റർ ഒന്ന് വന്ന് കഴിച്ചു നോക്ക്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് കോംബോകളുണ്ട്. എന്തായാലും എനിക്ക് ഒമാസിനെ ഭയങ്കര ഇഷ്ടമാണ്. കുറ്റം പറയുന്നവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നോ, എല്ലാവരും വന്ന് കഴിച്ചു നോക്ക്.